സൊസൈറ്റി വഴിയുള്ള പണം തട്ടിപ്പിലെ 100ഓളം പേരുടെ വലിയ അനുഭവം കാണുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി സീഡ് സൊസൈറ്റി വഴി ഏതാണ്ട് 100ഓളം ആളുകൾ, കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 98 പേർ ഈ സൊസൈറ്റി വഴി പണം അടച്ച് വാഹനം, തയ്യൽ മെഷീൻ അടക്കമുള്ളവ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ തട്ടിപ്പിന്റെ കഥ പുറത്തു വരുമ്പോൾ അവരും ആശങ്കയിലാവുകയാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ AM ആരിഫ് അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്ത വലിയ പരിപാടി കാർത്തികപ്പള്ളിയിൽ സംഘടിപ്പിച്ചാണ് ഇവരെ ഈ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തിയത്. അവരോടൊപ്പം ഞാനുണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചത്? എല്ലാവരെയും രാഷ്ട്രീയക്കാരും മെമ്പർമാരും എല്ലാം പറഞ്ഞ നമ്മുടെ ഇതിലേക്ക് ചാടിച്ച് അവിടെ ചെന്ന് കാശ് കൊടുക്കാൻ എല്ലാവർക്കും വലിയ ആഹാരവും എല്ലാം കൊടുത്ത് വളരെ തൃപ്തിയായിട്ട് പല രീതിയിലും ഈ 60,000 രൂപ അല്ലാതെയും കുറെ പൈസ കൊടുത്ത് 500 രൂപ എത്രയായിരുന്നു മെമ്പർഷിപ്പ് കൊടുക്കണം. അത് പിന്നെ സൊസൈറ്റിക്ക് പിന്നെയും മേടിച്ച പൈസ ഈ അടുത്തിടെയും മേടിച്ച് 500 രൂപയുടെ ആർക്കാണ് ഈ പണം നൽകിയത്? പണം നൽകിയത് നമ്മൾ ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിന്റെ അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിച്ചത്. അപ്പൊ 200 ലാസ്റ്റ് 3 മാസം എന്ന് പറഞ്ഞവര് നമ്മളോട് പറഞ്ഞിട്ട് ഇതിലെ മെമ്പർഷിപ്പ് എടുപ്പിച്ചിട്ട് പിന്നെ 3 മാസത്തിനകം വണ്ടി കിട്ടുമെന്ന് പറഞ്ഞ എമൗണ്ട് എല്ലാം അന്ന് തന്നെ അടപ്പിച്ചിട്ട് 3 മാസത്തിന് ശേഷം ഇവര് രജിസ്ട്രേഷൻ നമ്പറിനാന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ട് വീണ്ടും 100 വർക്കിംഗ് ഡേയ്സിനകം നമുക്ക് ഈ പൈസ വണ്ടി കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇവർ വിട്ടത്. അതിനുശേഷം ഇവര് ഈ അടുത്തായിട്ട് പിന്നെ നമുക്കൊരു 100 ദിവസത്തെ ഒരു എഗ്രിമെന്റ് പേപ്പർ കൂടെ വാങ്ങിച്ചു. അതിനുവേണ്ടി 200 രൂപയുടെ എഗ്രിമെന്റ് പേപ്പർ, പിന്നീട് അറ്റസ്റ്റ് ഈ നോട്ടറി അറ്റസ്റ്റ് ചെയ്യുന്നതിന് 500 രൂപ, അല്ലാതെ ഒരു ചെലവ് അവരുടെ ഓഫീസ് വർക്കിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൊടുത്ത് ഞങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഈ പ്രധാന പ്രതി എന്ന് പറയുന്ന അനന്തകൃഷ്ണനെ മീഡിയയിൽ കൂടെ ഞങ്ങൾ കാണാനിടയായത്. അതാണ് വിഷയം. ഞങ്ങൾ പണം നേരിട്ട് അക്കൗണ്ടിലേക്ക് അയച്ചത്. അല്ലാതെ ഞങ്ങൾ മെമ്പർഷിപ്പ് ഒരംഗം 320 രൂപ കൊടുത്താണ് മെമ്പർഷിപ്പ് എടുത്തത്. മെമ്പർഷിപ്പ് കൂടാതാണ് മറ്റു പണം. ചേച്ചി ഏതാവശ്യത്തിനാണ് പണം അടച്ചത്? ഞാൻ 2 വീലറിന് അടച്ചത് 56,000 രൂപ അടച്ച് കഴിഞ്ഞ ജൂൺ 24-ാം തീയതി അടച്ചതാണ്. അത് വിശ്വാസം വരാൻ കാര്യമുണ്ട്. ഞങ്ങളുടെ കാർത്തികപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് ആദ്യം ഇതിന്റെ മീറ്റിംഗ് നടക്കുന്നത്. അതിൽ അങ്ങനെ മീറ്റിംഗ് നടന്ന് രണ്ടാമത് റീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്കൂട്ടർ വിതരണം നടക്കുന്ന ഫസ്റ്റ്. അപ്പൊ അതുമല്ല ഞങ്ങൾ കണ്ടിരുന്നതാണ്. അപ്പൊ അങ്ങനെ ഇത്രയും വിശ്വാസം വന്നതുകൊണ്ടാണ് ഇത്രയും പ്രമുഖർ പങ്കെടുത്തൊരു ചടങ്ങിൽ ഇത് 2 വീലർ വിതരണം നടത്തിയതുകൊണ്ടാണ് രണ്ടാമത്തെ ഗഡുവിൽ ഞാൻ കൊണ്ട് പൈസ അടച്ചത്. വാഹനത്തിനാണോ പൈസ അടച്ചത്? വാഹനത്തിന് പൈസ അടച്ച് ഞങ്ങൾ 62,000 രൂപ അടച്ചു. ജൂൺ 5-നാണ് അടച്ചത്. 3 മാസത്തിന് ശേഷം കിട്ടുമെന്ന് പറഞ്ഞു. ഇതുവരെ കിട്ടാതെ പിന്നെ ഇപ്പം പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. എപ്പോ ഡെലിവറി ചെയ്യുന്നതാണ് പറഞ്ഞത്? 3 മാസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യുന്ന പറഞ്ഞത്. ഇതിന് ഏതെങ്കിലും തരത്തിൽ എഗ്രിമെന്റ് ഉണ്ടോ? എഗ്രിമെന്റ് ഉണ്ട്. എന്താണ് എഗ്രിമെന്റ്? എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ എമൗണ്ട് മേടിച്ചതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ തന്നിട്ടുണ്ട്. പൈസ വാങ്ങിയിട്ടുണ്ട് കാണിക്കുന്ന രേഖ. 60,000 ഒരു രജിസ്ട്രേഷൻ കാർഡ് പോലെ വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. തയ്യൽ മെഷീൻ ആയിരുന്നു പിന്നെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തത് അല്ലെ? തയ്യൽ മെഷീന് വേണ്ടി എത്ര രൂപ രജിസ്റ്റർ ചെയ്തത്? 3,800 രൂപ രജിസ്റ്റർ ചെയ്തു. അല്ലാതെ 3,000 രൂപ തയ്യൽ മെഷീൻ അടച്ചു. രജിസ്റ്റർ ഫീസ് 320 രൂപ വാങ്ങിച്ചു പ്രത്യേകം. വാങ്ങിച്ചിട്ടും സാധനം ഇതുവരെയും കിട്ടിയില്ല. മെയ് 5-ാം തീയതി വന്ന് പൈസ വിളിച്ചോണ്ട് പോയത്. ഇതിപ്പോ കണ്ടപ്പോ പൈസ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നു. പ്രതീക്ഷയില്ല. പിന്നെ എല്ലാവരും കൂടെ പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ചെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. തയ്യൽ മെഷീൻ അല്ലാതെ വേറെന്തെങ്കിലും ആവശ്യം ഇല്ല, ഒന്നും ഉന്നയിച്ചിട്ടില്ല. ഇത് മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ. പകുതി വിലക്ക് കിട്ടുമെന്നും പറഞ്ഞ ഈ പൈസ ഒക്കെ ശരിക്കും പിന്നെ നിങ്ങള് പണയപ്പിടിച്ചും അങ്ങനെയൊക്കെയാണെന്നാണ് ഞാനിവിടെ വന്നപ്പോ കേട്ടത്. അങ്ങനെയാണോ പൈസ അടച്ചത്? പണയം വെച്ച് തന്നെയായിരുന്നു അടച്ചത്. 56,000 രൂപ അടച്ചായിരുന്നു. 2 വീലറിന് അടച്ചത്. 2 വീലറിന് അടച്ചു. പിന്നെ 3 മാസം ആദ്യം കാത്തിരുന്ന് കിട്ടുമെന്നും പറഞ്ഞുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഡിസംബറിലോട്ടാക്കി. ഡിസംബറിന് 30-നുള്ളിൽ കിട്ടുമെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ ഡിസംബർ ആയപ്പോഴാ പിന്നെ അടുത്ത രജിസ്ട്രേഷൻ വന്നത്. എവിടെങ്കിലും നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എവിടെയാ കൊടുത്തത്? ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചേർന്നിട്ട്? എല്ലാവരും ചേർന്നിട്ട്. നിങ്ങളിപ്പോ അതുകൊണ്ട് ഒരു കൂട്ടായ്മ വേറെ ഉണ്ടായി? ഉണ്ടായി. പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്? ഉണ്ട്. എന്തിനായിരുന്നു ശരിക്കും പിന്നെ നിങ്ങൾ 2 വീലറിന് പൈസ കണ്ടെത്തിയതൊക്കെ ഇവിടുന്ന് നേരത്തെ പറഞ്ഞു ഇവിടെ പണയം വെച്ചിട്ടാണെന്നൊക്കെ? പണയം വെച്ചിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയാണ്? അങ്ങനെയാണ്.
ഈ കേസിന് പോയപ്പോഴേ ശരിക്കും പോലീസ് എന്താ പറയുന്നത്? അവര് ആപ്ലിക്കേഷൻ പരാതി മേടിച്ച് വെച്ചെന്നുള്ളതേ ഉള്ളു. പക്ഷേ നമ്മളെ ഇൻഫർമേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പൊ പല സ്ഥലത്തും പരാതിയുണ്ട്. ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ തന്നെ പല സ്ഥലത്തുണ്ട്, സംസ്ഥാനത്ത് തന്നെ പല സ്ഥലത്തും ഉണ്ട് പരാതി. അരിപ്പാട്ട് ചെന്നപ്പം പറഞ്ഞു 300 പേര് വരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പരാതി. കാരണം ഇനിയും ഉണ്ട്, ഒരുപാട് ആൾക്കാർ കൊടുക്കാനുണ്ട്. ഇവിടെയൊക്കെ പല ആൾക്കാർ കൊടുക്കാനുണ്ട്. നമ്മളെ ഏതായാലും പറഞ്ഞു കളിപ്പിച്ചത് അത്. അതായത് നമ്മളെ എത്ര ആദ്യം ഇപ്പം ഈ ആഴ്ച 500 രൂപ മേടിച്ച്, കഴിഞ്ഞ ആഴ്ച. ഈ സൊസൈറ്റി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഈ അരിപ്പാട്ട് അമ്പലത്തിന്റെ വടക്കേപ്പുറത്ത് എന്തുവാ എപ്പോഴായാലും ഒരു മാസത്തിനിടയ്ക്ക് വീണ്ടും പൈസ മേടിച്ച് 500 രൂപ. 500 രൂപ എന്ന് പറഞ്ഞാൽ നോട്ടറി അറ്റസ്റ്റേഷനാണ് അവർ മേടിച്ചേക്കുന്നത്. 500 രൂപ. 200 രൂപ നമ്മുടെ ഈ പേപ്പറിന്, മുദ്രപത്രത്തിന് നമ്മൾ അവർക്ക് എഴുതി കൊടുക്കുക. 100 വർക്കിംഗ് ഡേയ്സിനകം ഈ വണ്ടി തരാമെന്നും വാഹനം അല്ലെ സാധനങ്ങൾ തരാമെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് എഴുതിയിട്ട് 100 ദിവസം നമ്മൾ കാത്തിരുന്നോണം. ഈ 100 ദിവസം വരെ നമുക്കൊന്നിനും പോകാൻ പറ്റത്തില്ല. അപ്പൊ ഈ കണ്ട ഓരോ രേഖകൾക്കും മറ്റു സംഗതികൾക്കും ഒക്കെ പൈസ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയില്ല? ഒരു സംശയം തോന്നിയില്ല. കാര്യം പ്രമുഖരല്ലേ ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇത് നിസ്സാരക്കാരൊന്നും അല്ലല്ലോ ഇതിൽ വന്നിരിക്കുന്ന മുഖങ്ങള്. അപ്പോൾ ഇവര് നമ്മളെ പറ്റിക്കും. എന്തായാലും ഇവരും ചിലപ്പം പറ്റിക്കപ്പെട്ടതായിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷെ ഇത് അന്വേഷിക്കണം. ഗവൺമെന്റ് ഇത് അന്വേഷിച്ചിട്ട് ഈ നഷ്ടപ്പെട്ട സാധുക്കളായവരുടെ പൈസ മടക്കി കൊടുക്കാനുള്ള നടപടി ഗവൺമെന്റ് അത്യാവശ്യമായിട്ട് സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം ഇപ്പൊ എന്താ? സൊസൈറ്റിയുടെ പ്രവർത്തനം ഇപ്പം നിന്നിരിക്കുക. അനന്തകൃഷ്ണനെ പൊക്കിയോടുകൂടി ഇതിന്റെ പ്രവർത്തനമൊന്നുമില്ല. പിന്നെ കോർഡിനേറ്റർമാർ പറയുന്നുണ്ട് നിങ്ങൾ കംപ്ലൈന്റിന് പോകരുത്, പോലീസ് കംപ്ലൈന്റിന് പോകരുത്, നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് കിട്ടും എന്ന ഉറപ്പ് അവർ വാക്കാല് പറയുന്നുണ്ട്. ആദ്യം ബഹളം വെച്ചവരെ ഒരു വണ്ടി കൊടുത്ത് ഒതുക്കിയവരുണ്ട്, തയ്യൽ മെഷീൻ കൊടുത്ത് ഒതുക്കിയവരുണ്ട്, ഒരു ലാപ്ടോപ്പ് കൊടുത്ത് ഒതുക്കിയവരുണ്ട്. നമ്മുടെ അറിവ് ഇവിടെ തന്നെ അവിടെ ചെറിയതായിട്ടൊക്കെ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിശ്വസിച്ച് കാത്തിരിക്കുകയാണ് ഇപ്പോഴും. ഈ ശബ്ദം അടക്കി നിർത്താനായിരിക്കും പറയാൻ പറ്റും. വലിയ ആശങ്കയിലാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരാണ്. അവർ ഇതിലേക്ക് പണം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പണയം വെച്ചും കടം വാങ്ങിയും ഒക്കെയാണ് ഈ പൈസ അടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മൊത്തത്തിൽ ഈ പരാതി ഉയർന്നു വന്ന് വലിയ സജീവമായി ചർച്ചയായതോടുകൂടി അവർ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഇതിൽ സർക്കാർ ഇടപെട്ടാൽ തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പണം തിരികെ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ഫൈസൽ നീർക്കുന്നതിനൊപ്പം ഷൈജു, മീഡിയ 1 ആലപ്പുഴ.